നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തന്തൂരി ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പേര് കേട്ട് ആരും ഞെട്ടണ്ട, സിമ്പിൾ ഐറ്റമാണ്. നമ്മൾ തന്തൂരിയുടെ മാരിനേഷൻ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കനലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, ഹിൽടോപ്പ് കിച്ചൺ. അപ്പോൾ നമ്മുടെ തന്തൂരി ഗ്രില്ലിന് കുഞ്ഞ് ചിക്കൻ കേട്ടോ. മാക്സിമം പോയ ഒരു 1,200 ഉണ്ടാവും. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നല്ല ആഴത്തിൽ വരയിട്ട് കൊടുക്കുക, ഈ എല്ലാം മുട്ടുന്ന രീതിക്ക്. എന്നാലേ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാരിനേഷനുള്ളിൽ കയറുള്ളൂ, നന്നായിട്ട് വേവുള്ളൂ. ഇവിടേക്കാണ് വേവാതെ വരുന്ന ഒരു പാർട്ടുള്ളത്. അപ്പം അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് നൈഫ് കൊണ്ട് ഇതേപോലെ വരയിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിനെ തന്തൂരി ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയാൻ കാരണം ഇത് പ്രോപ്പർ തന്തൂരി ചിക്കൻ അല്ല. നമ്മുടെ മാരിനേഷൻ മാത്രമേ തന്തൂരി ചിക്കൻ്റെ ഉള്ളൂ. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിൽഡ് ചിക്കൻ്റെയും കൂടെ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കരിയിൽ ആ കനലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ക്ലേ ഓവനിൽ ചെയ്യുന്നതാണ്. അതായത് മണ്ണിൻ്റെ ഓവനിൽ ചെയ്തെടുക്കുന്നതിനാണ് തന്തൂരി എന്ന് പറയുന്നത്, തന്തൂരി അടുപ്പിൽ. ഇത് ശരിക്കും ഗ്രില്ല് നമ്മുടെ പുറത്തൊക്കെ ചെയ്യുന്ന പോലെ ആയതും ആ മെത്തേഡും നമ്മുടെ തന്തൂരിയുടെ മാരിനേഷനുമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ല് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പം ഈ ഫാറ്റൊന്നും മാക്സിമം കളയണ്ട. കാരണം അത് കറക്റ്റായിട്ട് ഇതിനകത്ത് വെന്ത് വന്നോളും. നല്ലത് ഫാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ലിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി മാരിനേഷൻ റെഡിയാക്കി തുടങ്ങാം. ആദ്യം കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. വെള്ളം അധികം ഇല്ലാത്ത തൈര് വേണം. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു തുണിയിൽ ജസ്റ്റ് കെട്ടി വെക്കുക, അപ്പോൾ അതിൻ്റെ വെള്ളം ഒക്കെ പൊക്കോളും. അടുത്തായിട്ട് നമുക്ക് ഈ തൈരിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മല്ലി അരച്ചെടുത്താണ് കേട്ടോ. മല്ലി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് മിക്സിക്കകത്ത് അരച്ചെടുത്താണ്, അതിട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ജീരകമാണ്, സാധാ ജീരകം. ഇനി ഇതിലോട്ട് ലേശം കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവയില റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അവസാനമായിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി ചാട്ട് മസാല. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് ഇതങ്ങോട്ട് നല്ല രീതിയിൽ ചാലിച്ചെടുത്തിട്ട് വേണം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം കുറച്ചുകൂടെ കളറ് വേണ്ടവർക്ക് ചുമന്ന കളറൊക്കെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇതിനകത്ത് ചാലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഇതുകൂടെ നമ്മുടെ ഈ മസാലയ്ക്കകത്ത് അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള ഫുൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ നല്ല രീതിയിൽ ആഴത്തിലിട്ട ഈ ഹോളിലൊക്കെ ആവുന്ന രീതിക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ മസാല ഫുള്ള്. ചിക്കൻ്റെ അകത്തും പുറത്തും നമ്മൾ വരയിട്ടതിൻ്റെ അകത്തും എല്ലായിടത്തും ഇതുപോലെ എല്ലാ ചിക്കനിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മാരിനേഷൻ എല്ലാം പിടിപ്പിക്കാം. കൈകൾ ഇരുവശത്തേക്കും അകറ്റുക. അപ്പം നമ്മുടെ ചിക്കൻ കുട്ടന്മാരെയൊക്കെ മാരിനേഷനിൽ അങ്ങോട്ട് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 4 മണിക്കൂറോളമെങ്കിലും നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള തീയൊക്കെ കത്തിച്ച് പരിപാടി എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ മുളങ്കമ്പിലോട്ട് കോർത്തെടുക്കാം കേട്ടോ. മുളങ്കമ്പിലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ചിക്കൻ നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് തുടങ്ങാം.
എന്നാ ചൂടാടാ. അതെ, ഇത് ശരിക്ക് കമ്പേ കുറത്താ പാറയിലോട്ട് വെച്ചാൽ മതി എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോ തന്തൂരായി കിട്ടും. ആ തന്നെ തന്തൂരി അടുപ്പിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഈ കമ്പിനകത്തോട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. ചിക്കൻ കുട്ടനെയൊക്കെ ഒന്ന് നമ്മൾ പൊരിച്ചടിക്കുമെന്ന് പറയാം. ഈ മാരിനേഷൻ്റെ തന്നെ നല്ല അടിപൊളി മണമുണ്ടോ. അത് നമ്മൾ ചിക്കനെ എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ മുളം കമ്പയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടന്മാർ ഈ കമ്പയെ കിടന്ന് കറങ്ങി കളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കമ്പി വെച്ച് ഇത് വട്ടത്തിൽ കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് ഇതിൽ ഇരുന്നോളൂ. കമ്പി എന്തിനാ ബാക്കി? കമ്പി അവിടെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുടെ കാല് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. നമുക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് കനലിൽ കൊണ്ട് നമുക്ക് വെച്ചങ്ങോട്ട് വേവിച്ചെടുക്കാം. നല്ല കനൽ ആയിട്ടുണ്ട്, തീയൊക്കെ കത്തി. അപ്പോൾ നമ്മുടെ കനലിൻ്റെ മുകളിൽ ചിക്കനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇതിനെ ഫുള്ള് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വെച്ചല്ലേ ഉള്ളൂ, വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർ ഇങ്ങനെ ഇതുപോലെ മെൽറ്റാക്കി ഇങ്ങനെ തൂത്ത് കൊടുക്കാം. എൻ്റെ മോനെ ചിക്കൻ്റെ അവസ്ഥ, അവിടെ നിൽക്കുന്നത് നമ്മുടെ അവസ്ഥയോ? നമ്മുടെ അവസ്ഥ ഇതിങ്ങനെയാണെങ്കിൽ ഈ പാവം ചിക്കൻ. ഇതിങ്ങനെ ഇടയ്ക്ക് ബട്ടറൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് നമുക്കിത് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. എങ്ങനെ പോയാലും ഒരു 2.5-3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞെടുക്കും. കനല് നല്ല ചൂടാണ്. ഇത് 3 മണിക്കൂറൊന്നും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഒരു മണം വന്നു തുടങ്ങി. നല്ല ഇതാടാ. എടാ ഇതിൻ്റെ അടിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. തിരിച്ച് കൊടുക്ക്, പൊള്ളി. സാധനം സെറ്റായി തുടങ്ങി കണ്ടോ. വെന്തിട്ടില്ല ആ ഹീറ്റ്. ഭയങ്കര ചൂട് കാര്യങ്ങൾ ആയി വരുന്നുണ്ട്. എൻ്റെ മോനെ സെറ്റ്. അപ്പോൾ നമുക്ക് ബട്ടർ അടിച്ചു കൊടുക്കാം. ഇതിനൊക്കെ ബട്ടറിനൊന്നും ഒരു കുറവും വരില്ല. പൊന്നു മാൻ, ഇമ്മാതിരി ചൂട്. ചിക്കൻ ബ്രസ്റ്റിലൊക്കെ ഇങ്ങനെ ബട്ടർ ഇങ്ങനെ തഴുകുമ്പോൾ ഉണ്ടല്ലോ, ഓ നല്ല സ്മെല്ലും ഉണ്ടല്ലോ. അതെ, നല്ല രീതിയിൽ ആ പുകയൊക്കെ അടിച്ച് പക്ക തന്തൂരി ചിക്കൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓഹ്, ഇന്ന് മിക്കവാറും വെള്ളത്തിലാവുമോ തന്തൂരി ചിക്കൻ. നല്ല മഴക്കോളുണ്ട്. നല്ല മഴക്കാറുണ്ട്. അതിന് മുമ്പ് ഇത് സെറ്റായി മതിയായിരുന്നു. ഇതിങ്ങനെ കറക്കി കൊടുത്ത് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ചൂടുണ്ട് കേട്ടോ കനലിന്. അപ്പം ഒരുപാട് നേരം ഒരു സൈഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ സാധനം നല്ല കരിക്കട്ടയാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ കറക്കി കൊടുത്താണ് റെഡിയാക്കുന്നത്. നീ ആ ക്യാമറ ഒന്ന് താത്ത് വെക്കോടെ, ഇടയ്ക്കൊന്ന് വന്ന് കറക്കണത്. ഫുൾ ടൈം ഇപ്പൊ ഇനി ക്യാമറ താത്ത് വെക്കാതെ ചുമ്മാ ഇരിക്കുവാണല്ലേ. നീ ഇങ്ങോട്ട് വാട്ടാ, നിനക്ക് ലെഗ് പീസ് അല്ലേ ഞാൻ തരാൻ. ഞാൻ അവിടെ ചിക്കനൊക്കെ ആയി തുടങ്ങി. നല്ല കനലിന് നല്ല. ഇവൻ എന്താണ് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്? നിന്നെ ഞാൻ എടുത്തോളാം. അവന് തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവനെ ഇങ്ങനെ ഇങ്ങോട്ട് വരുവാണ് നമ്മൾ. ചിക്കനൊക്കെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിടാ, പൊള്ളിയായി സാധനം സെറ്റ്. ബട്ടർ അടിച്ച് ചുമ്മാ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിങ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഇറക്കാമല്ലേ? ഇറക്കല, കഴിക്കുക. ഇവിടുന്ന് തന്നെ വലിച്ചു പറിച്ച് കഴിച്ചു. അതെ, നമുക്ക് ഇറക്കിയ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടേ സവാളയും നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടയ്ക്കാം. എടാ ഇടി വെട്ടുമോ തലയ്ക്ക്? അതെ, നല്ല ഇടിമുഴ. ഇതെങ്ങനെ മാറ്റുമോ? അത് കുത്തി നിർത്തട്ടെ. കുത്തി നിർത്താനൊന്നും പറ്റില്ല.
നല്ല ജ്യൂസി സാധനമാണല്ലോടാ. ചൂട് ചിക്കൻ. എൻ്റെ മോനെ ഇലയൊക്കെ താഴെ പോകും തോന്നുന്നു. വന്ന് പിടിക്കടാ. എന്നാൽ ഞാനിവിടെ ഇരിക്കുക, ക്യാമറ താഴെ വെക്കാം. പെർഫെക്റ്റ് സാധനം. സോറി, എൻ്റെ കൈ ഓടിച്ചേ. കമ്പറിയാണ്ട് തട്ടി. അപ്പോൾ നമ്മുടെ തന്തൂരി ഗ്രിൽഡ് ചിക്കനൊക്കെ നല്ല പൊളപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി സാധനം, ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കടിച്ച് തിന്നാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സാധനം നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെഗ് പീസ് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിയേഴ്സ്. ഇനി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് കേട്ടേ? നമുക്കൊരു ലെഗ് പീസ് തരാം. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറമാണോ? അടിപൊളിയാണ്. നമ്മുടെ ഡയലോഗ് സ്ഥിരം അതാണ്. അതെ, നല്ല സാധനം പിന്നെ നല്ലതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. എന്തേലും പോരായ്മ ഉണ്ടോ? എന്തുവാ? മഴ ഇപ്പം പെയ്യുമല്ലോ. എനിക്കിവിടുന്ന് എണീറ്റ് പോകണല്ലോ ആലോചിക്കുമ്പോഴല്ലേ. അത് ഇടി വെട്ടുന്നൊക്കെ കേട്ടില്ലേ, അതൊരു പോരായ്മയാണ്. അതൊക്കെ ഒരു വലിയ പോരായ്മ തന്നെയാണ്. ലെഗ് പീസ് കാര്യമാണ്. അടിപൊളിയായിട്ട് നമ്മൾ അത്രയും തീക്കാത്തിട്ടെന്നല്ല, കനലൊക്കെ വെച്ച് നന്നായിട്ട് അങ്ങനെ കറക്കി വേവിച്ചുകൊണ്ടേ സാധനം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറുമാണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാ പാർട്ടും നന്നായിട്ട് വേവുകയും ചെയ്തു. ലെഗ് പീസൊക്കെ എന്നെ പൊളിയടാ. ഇതിൻ്റെ ബ്രസ്റ്റ് പീസേ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം. നാരങ്ങയൊക്കെ പിഴിയുമ്പോഴത്തേനും പെർഫെക്റ്റ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മഴ വരുന്നതുകൊണ്ട് നമ്മളത് എടുക്കാൻ പോയില്ല, വീട്ടിലിരിപ്പുണ്ട്. അപ്പം ഇത് തന്നെ കഴിച്ചാൽ എന്നെ ടേസ്റ്റ് എന്ന് പറയും സാധനം. ഇപ്പം നമ്മൾ കനലിൽ വെച്ച ബട്ടർ അതുപോലെ ഇങ്ങനെ തേച്ചെടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒട്ടും ഇത് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. നല്ല പൊളിയായിട്ടുണ്ട് ഒനിയൻ റിങ്സ്. അപ്പം തന്തൂരി ഗ്രിൽഡ് ചിക്കൻ അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം ഒരു മടിയും കൂടാണ്ട് താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ നല്ല കിടിലൻ വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും പീസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ലെഗ് പീസ് കിട്ടാത്തതിൻ്റെയും കൂടെ ഞാൻ അതിൻ്റെ ഇത് തീർക്കൂടാം. പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ട ലെഗ് പീസ്. ജ്യൂസി. ഓ മാൻ. വേണ്ട, നമ്മുടെ ചിക്കൻ എങ്ങനെ വെന്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടർത്തിയെടുക്കുക സിമ്പിളായിട്ട്. എന്നിട്ട് നമുക്ക് വേണം വന്ന് കഴിച്ചോട്ടാം, ഇല്ലെങ്കിൽ സാധനം കഴിയും. ഫുള്ള് തിന്ന് തീർക്കൂലേ? ലെഗ് പീസ് ഇപ്പോൾ തന്നെ 2-3 ഞാൻ തീർത്തു. ഇനി അടുത്ത ലെഗ് പീസ് പിടിക്കുന്നതിന് പോകാമെന്നോ.